ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഫേസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു സോളിഡ്സിനെ എടുക്കുകയാണെങ്കിൽ, ഒരു കുറച്ച് സോയിൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകാം? ഈ സോളിഡ്സ് ഉണ്ടാവാം, അതായത് ആ തരിയില്ലേ, മണൽത്തരി, അതുണ്ടാവാം. പിന്നെ ഈ സോളിഡ്സിൻ്റെ ഇടയ്ക്ക് എന്താ ഉണ്ടാവാം? ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പിനാണ് നമ്മൾ വോയിഡ്സ് എന്ന് പറയുന്നത്. ആ വോയിഡ്സിനകത്ത് വാട്ടറോ ഇല്ലെങ്കിൽ അതേപോലെ എയറോ ഉണ്ടാവാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സോയിലിനെ എടുക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഈ ഒരു ഡിഫറെൻറ്റ് ഫേസസിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതാണ് നമ്മളൊരു സോയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? സോളിഡ്സ് ഉണ്ട്, ഈ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൽ വാട്ടറോ എയറോ എല്ലാം ആയിട്ടുള്ള ഇതാണ്. ഇതിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇപ്പറേ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാം? ഇവിടെ സോളിഡ്സിനെ ഏറ്റവും ബോട്ടത്തിൽ എഴുതിയേക്കുന്നു, പിന്നെ അതിന് മുകളിൽ വാട്ടർ, അതിന് മുകളിൽ എയർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നു. ഇനി ഇതിൻ്റെ ഈ മൊത്തത്തിലുള്ളതിൻ്റെ ടോട്ടൽ വെയിറ്റിനെ ഞാൻ ക്യാപിറ്റൽ W എന്നാണ് എടുത്തേക്കുന്നത്. ഇനി ഇൻഡിവിജ്വലി നോക്കുവാണെങ്കിൽ സോളിഡ്സിൻ്റെ വെയിറ്റിനെ WS എന്നും, വാട്ടറിൻ്റെ വെയിറ്റിനെ WW എന്നും, എയറിൻ്റെ വെയിറ്റിനെ WA എന്നുമാണ് എടുത്തേക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി എയറിൻ്റെ വെയിറ്റ് ഭയങ്കര നെഗ്ലിജിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എയറിൻ്റെ വെയിറ്റിനെ 0 ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വോള്യത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വോള്യത്തിന് ക്യാപിറ്റൽ V എന്നും, സോളിഡ്സിൻ്റെ വോള്യത്തിന് VS എന്നും, വാട്ടറിൻ്റെ VW, എയറിൻ്റെ VA ആയിട്ട് എടുത്തു വെക്കുന്നു. ഇനി പറഞ്ഞു വോയിഡ്സിലാണ് ഈ വാട്ടർ ഇല്ലെങ്കിൽ എയർ ഫില്ലാകുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്താ പറയുക, ആ വോയിഡ്സിൻ്റെ വോള്യം എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിൻ്റെ വോള്യവും അതേപോലെ തന്നെ എയറിൻ്റെ വോള്യത്തിൻ്റെ സം ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളും കൂടെ ഒന്നുകൂടെ എഴുതി വെച്ചേക്കുവാണ്. അപ്പം VS എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് സോളിഡ്സ് ആണ്. VW എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ആണ്. VA എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ ആണ്. VV വോളിയം ഓഫ് വോയിഡ്സ് ആണ്. V എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് സോയിലാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം V എന്ന് പറയുന്നത് എന്താണ്? ഈ മൂന്നെണ്ണത്തിൻ്റെ വോള്യത്തിൻ്റെ സമ്മായിരിക്കും അല്ലേ? VS പ്ലസ് VW പ്ലസ് VA. ഇനി അതേപോലെ വോയിഡ്സ് ആണെങ്കിലോ, വോയിഡ്സിൽ എന്തൊക്കെയാണുള്ളത്? ഒന്നുകിൽ എയർ ഇല്ലെങ്കിൽ വാട്ടർ. അപ്പം എയറും വാട്ടറിൻ്റെയും കൂടെ ഉള്ളതിൻ്റെ സമ്മാണ് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി വെയിറ്റ് നോക്കുവാണെങ്കിലോ, വെയിറ്റിൻ്റെ കേസിൽ വരുമ്പോൾ WS എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഓഫ് സോളിഡ്സ്. WW എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ആയിരിക്കും. WA എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് എയർ ആണ്. അത് നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. ഇനി വെയിറ്റ് ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് WV ആയിട്ടും ടോട്ടൽ വെയിറ്റിനെ ക്യാപിറ്റൽ W ആയിട്ടും എടുക്കുന്നു. ഇനി നമ്മൾ വെയിറ്റിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ എന്താ? ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്തിനാ? ഈ സോളിഡ്സിൻ്റെയും വാട്ടറിൻ്റെയും എയറിൻ്റെയും വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഇനി വോയിഡ്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടറും വെയിറ്റ് ഓഫ് എയറും ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താണ്? വെയിറ്റ് ഓഫ് എയർ നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ്സിൻ്റെയും വാട്ടറിൻ്റെ വെയിറ്റിൻ്റെയും ഈക്വലാണ്. അതേപോലെ തന്നെ വോയിഡ്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ? വാട്ടറിൻ്റെ വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് സോളിഡ്സ് ഉണ്ട്, എയർ ഉണ്ട്, വാട്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ വാട്ടർ ഇതിൽ നിന്ന് പോകാനുള്ളൊരു ചാൻസാണ്. ഇവാപ്രേഷൻ വഴി വാട്ടർ നമ്മുടെ ഈ സോളിഡ്സിൽ നിന്ന് പോവാം അല്ലേ? ഇനി എയർ പോകാനുള്ളൊരു ചാൻസാണ്. ഇതിനകത്ത് വോയിഡ്സ് ഫുള്ള് വാട്ടർ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? അതൊരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലാണ്. അവിടെ എയറിൻ്റെ കണ്ടന്റ് ഉണ്ടോ? ഇല്ല, എയർ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് കേസിലും വാട്ടറും പോകാം, എയറും പോകാം. പക്ഷേ അന്നേരവും ഈ സോളിഡ്സിൻ്റെ ക്വാണ്ടിറ്റി മാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ VSഉം ഇല്ലെങ്കിൽ WS എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി ത്രൂ ഔട്ട് ദ സോയിൽ ഏതാണോ അതിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് ഓർത്തോളുക. ഇനി നമ്മൾ പറഞ്ഞു വോയിഡ്സിലാണ് വാട്ടറും എയറും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് നമുക്കറിയാം ഈ 3 ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത് അതൊരു പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലായിരിക്കും. പാർഷ്യലി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോയിഡ്സ് മൊത്തം വാട്ടർ കൊണ്ട് നിറഞ്ഞിട്ടുള്ള പകുതി എയറും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഫേസ് ഡയഗ്രാം ക്യാൻ ബി ഓൺലി സീൻ ഇൻ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ. ഇനി നമ്മൾ നോക്കുകയാണ് ഒരു 2 ഫേസ് ഡയഗ്രാം. മറ്റടുത്ത് നമ്മൾ 3 ഫേസ് ഡയഗ്രാം പഠിച്ചെങ്കിൽ 2 ഫേസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? ഏതോ 2 കോൺസ്റ്റിറ്റ്യുവൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോളിഡ്സ് എന്തായാലും ഉണ്ടാകും. പിന്നെ വാട്ടർ, എല്ലാ വോയിഡ്സിൽ ഫുള്ള് വാട്ടറാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെയാണ് ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എയർ അവിടെ ഇല്ല, ഫുള്ള് വാട്ടറാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താണ്? സോളിഡ്സിൻ്റെ വോളിയം, വാട്ടറിൻ്റെ വെയിറ്റ്, അതെല്ലാം നമ്മൾ WS VS എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ട് നേരത്തെ പഠിച്ചു. ഇനി ഇവിടെ വോയിഡ്സിൻ്റെ കാര്യത്തിൽ നോക്കിയാലോ, വോയിഡ്സിൻ്റെ വോളിയം എന്തായിരിക്കും? അത്
ഇവിടെ വോളിയം ഓഫ് വാട്ടറിന് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ വോളിയം ഓഫ് എയർ ഫോർ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിന് വോളിയം ഓഫ് എയർ എന്താണ്, 0 ആണ്. ഇനി അതേപോലെ തന്നെ ടു ഫേസ് ഡയഗ്രത്തിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഡ്രൈ സോയിൽ ഓർ ഓവൻ ഡ്രൈ സോയിൽ എന്ന് പറയുന്നത്. അതായത് ഈ വോയിഡ്സ് മൊത്തം ഇപ്പോൾ എന്താണ്, വാട്ടർ ഇല്ല, വാട്ടർ മൊത്തം ഇവാപ്പറേറ്റ് ആയിപ്പോയി, പിന്നെ ഇനി എന്തേ ഉള്ളൂ, എയർ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കേസും ടു ഫേസ് ഡയഗ്രത്തിന് എക്സാമ്പിളാണ്. അവിടെ നമ്മൾ കുറച്ച് മുന്നത്തെ പോലെ VS, WS, ക്യാപിറ്റൽ V എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വോയിഡ്സിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കിന് എന്താണ്, വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തേ ഉള്ളൂ, എയറിൻ്റെ മാത്രം വോള്യത്തിന് ഈക്വലാണ്. അത് അവിടെ വാട്ടറിൻ്റെ വോള്യം എന്താണ്, 0 ആണ്. അപ്പോൾ ഏതൊക്കെയാണോ ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനും അതേപോലെ തന്നെ ഡ്രൈ സോയിൽ കണ്ടീഷനും എന്താണ്, ടു ഫേസ് ഡയഗ്രത്തിന് എക്സാമ്പിളാണ്. ഈ പറഞ്ഞ തന്നെയാണ് ഞാനിവിടെ വേർഡ്സിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് പഠിക്കാം. ഇത് ഓവർസിയർ ലെവലിൽ എക്സാംസിന് ഈ ഡെഫിനിഷൻസ് നോർമലി ഡെഫിനിഷൻസ് ചോദിച്ചിട്ട് ഇതെന്താണെന്നാണ് ചോദിക്കാറ്. പക്ഷേ ഒരു A ലെവലിലേക്ക് വരുമ്പോൾ ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. ആ ന്യൂമറിക്കൽസൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ കുറച്ച് ന്യൂമറിക്കൽ പാർട്ടും കൂടെ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ വോയിഡ് റേഷ്യോനെ നമ്മൾ സ്മോൾ ലെറ്റർ E വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. ആ സോയിലിനകത്തുള്ള സോളിഡ്സിൻ്റെ വോള്യത്തിനെ വെച്ചിട്ടാണ് നമ്മൾ വോളിയം ഓഫ് വോയിഡ്സിൽ എത്രയാണെന്ന്, വോളിയം ഓഫ് സോളിഡ്സിനകത്ത് ഈ വോളിയം ഓഫ് വോയിഡ്സ് എത്രയാണ് എന്നുള്ളതിൻ്റെ ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് കോസർ സോയിലിന് ഈ വോയിഡ് റേഷ്യോ വാല്യൂ സ്മോളർ ആയിരിക്കും. അതായത് ഇപ്പോൾ കോസ് ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുമ്പോൾ ഗ്രാവല് ഇല്ലെങ്കിൽ സാൻഡ് പോലുള്ള സോയിലുകളാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം വെക്കുമ്പോഴത്തേന് ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്ക് അറിയാം, ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഫൈൻ ഗ്രൈൻഡ് സോയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലേ പോലുള്ള ഭയങ്കര മൈന്യൂട്ടായിട്ട് കുറച്ചും കൂടെ മൈന്യൂട്ടായിട്ടുള്ള ആസ് കമ്പയർഡ് ടു ഈ സാൻഡും ഗ്രാവൽ പോലുള്ള സോയിലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ചെറിയ തരി സോയിലുകളായിരിക്കും. അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ അതിനിടയിൽ മറ്റതിലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ വോയിഡ്സ് കുറവാണ് എന്ന് തോന്നുമെങ്കിലും മൊത്തത്തിലുള്ള ഈ ഫൈൻ ഗ്രൈൻഡ് സോയിൽസിൻ്റെ മൊത്തത്തിലുള്ള വോയിഡ് നമ്മുടെ എന്താണ് ഈ കോഴ്സ് ഗ്രൈൻഡ് സോയിലിൻ്റെ മൊത്തത്തിലുള്ള വോയിഡ്സിനെ വെച്ച് നോക്കുമ്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വോയിഡ് റേഷ്യോ എന്താണ്, ഫൈൻ ഗ്രൈൻഡ് സോയിലിൽ കൂടുതലും കോഴ്സ് ഗ്രൈൻഡ് സോയിലിൽ കുറവുമായിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മളൊരു സോയിൽ പാർട്ടിക്കിൾസിൻ്റെ കുറച്ച് അറേഞ്ച്മെൻ്റാണ് ഈ ക്യൂബിക്കൽ അറേഞ്ച്മെൻറ്റും ഡയഗണൽ അറേഞ്ച്മെൻറ്റ്. ക്യൂബിക്കൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തേക്കുന്നതിൽ ഇങ്ങനെ നേരെ ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഉള്ള രീതിയിലാണ് സോയിലിൻ്റെ അറേഞ്ച്മെൻ്റ് എങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനിടയ്ക്കെല്ലാം ഓരോ വോയിഡ്സ് ഉണ്ട് അല്ലേ. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ സോയിൽ ഇങ്ങനെയാണ് അറേഞ്ച്ഡ് ആയിരിക്കുന്നത് എങ്കിൽ ഇവിടെയുള്ള വോയിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇവിടുത്തെ വോയിഡ്സ് ഈ പാർട്ടിക്കിൾസിനിടയിലുള്ള വോയിഡ്സ് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ക്യൂബിക്കൽ അറേഞ്ച്മെൻറ്റിൽ എന്താണ് ഒരു ലൂസ് പാക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വോയിഡ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ വോയിഡ് റേഷ്യോ മാക്സിമം വാല്യൂവിലായിരിക്കും. എന്നാൽ ഡയഗണൽ അറേഞ്ച്മെൻറ്റിൽ വരുമ്പോൾ എന്താണ് കുറച്ച് ഡെൻസ് പാക്കിംഗ് ആണ്, നമ്മൾ കോമ്പാക്റ്റ് ഒക്കെ ചെയ്ത പോലത്തെ പാക്കിംഗ് ആണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് വോയിഡ് റേഷ്യോ കുറവായിരിക്കും. അപ്പോൾ ഇതിനൊരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം വോയിഡ് റേഷ്യോ എത്ര ആയിരിക്കും എന്നുള്ളത്. അത് എത്ര ആയിരിക്കും, 0.91. ഇതേപോലെ ഡയഗണൽ അറേഞ്ച്മെൻറ്റിൽ മിനിമം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.35 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് പോറോസിറ്റി ഓർ പെർസെൻറ്റേജ് വോയിഡ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ N വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പെർസെൻറ്റേജിലാണ് നമ്മളിത് പറയുന്നത്. അപ്പം പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡെസിമലിലേക്കാക്കും. ഓക്കെ, പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ഓഫ് സോയിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഡിഫറൻസ് എന്തായിരുന്നു, ഇവിടെ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഈ വോളിയം ഓഫ് വോയിഡ്സ് എത്ര പെർസെൻറ്റേജ് അപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് പോറോസിറ്റി വരുന്നത്. പക്ഷേ നമ്മൾ വോയിഡ് റേഷ്യോയിൽ വരുന്നപ്പോൾ എന്തായിരുന്നു, ഈ സോളിഡ്സിൻ്റെ വോള്യത്തിൽ എത്ര വോയിഡ്സിൻ്റെ വോള്യം ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പം ഇവിടുത്തെ ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് കുറേ ഇക്വേഷൻസ് ഇനിയുള്ള സ്ലൈഡ്സിലും വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തൊക്കെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഇനി പോറോസിറ്റിയുടെ പോറോസിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് എന്നായിരിക്കും ബിറ്റ്വീൻ 0% to 100%. ഇല്ലെങ്കിൽ എന്താണ് 0 to 1 എന്ന് പറയുന്ന ഇതിനിടയിലായിരിക്കും പോറോസിറ്റിയുടെ വാല്യൂ നമുക്ക് വരുന്നത്. ഇനി ഇത് 100%-നേലും കൂടുമോ ഇല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന് ഉത്തരം, ആവില്ല. കാരണം എന്താണ്, ഈ വോളിയം ഓഫ് വോയിഡ്സിൻ്റെ വാല്യൂ
ടോട്ടൽ വോള്യത്തിനേലും കൂടിയാൽ മാത്രമാണ് ഇപ്പം, അതായത് എക്സാമ്പിൾ വോളിയം ഓഫ് വോയിഡും ടോട്ടൽ വോളിയവും ഈക്വൽ ടു രണ്ടും സെയിം വാല്യൂ ആണെങ്കിൽ എന്താണ് മാക്സിമം വാല്യൂ വരുന്നത് 1 ആയിരിക്കും അല്ലേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ വാല്യൂ വരുന്നത് 1 ആണ്. ഇനി ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഡിനോമിനേറ്ററിനേലും കൂടിയാലാണ് എന്താണ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നൊരു വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ടോട്ടൽ വോള്യത്തിനേലും കൂടുതലാകുമോ എപ്പോഴേലും വോള്യം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത്? ഒരിക്കലും ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ എന്നിൻ്റെ വാല്യൂ നെവർ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 1 ആണ്, ഓർ ക്യാൻ ബി 100% എന്നുള്ള രീതിയിൽ. ഇനി ഈ വോയിഡ് റേഷ്യോനെയും പോറോസിറ്റിനെയും റിലേറ്റ് ചെയ്യുന്ന ഒന്നല്ല 2 ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ആ 2 ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റത്തെ പോറോസിറ്റി n ഈക്വൽ ടു E/1+E. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് n ഈക്വൽ ടു E/1+E എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. പക്ഷേ അതിനു മുന്നേ ഇതിൻ്റെ ഈ ഡെറിവേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം. അപ്പോൾ പോറോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ആണ്. ഈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? അത് വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ ഈ വോളിയം ഓഫ് സോളിഡ് വെച്ച് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ വോളിയം ഓഫ് സോളിഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ന്യൂമറേറ്റർ എന്ത് വന്നു? വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. അതെന്താണ്? അത് നമ്മുടെ വോയിഡ് റേഷ്യോ ആണ്. അപ്പം വോയിഡ് റേഷ്യോ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് സോളിഡ് 1 വന്നു. വോളിയം ഓഫ് വോയിഡ് ടു വോളിയം ഓഫ് സോളിഡ് എന്താണ്? പിന്നെയും വോയിഡ് റേഷ്യോ ആണ്. സോ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എങ്ങനെ കിട്ടി? n ഈക്വൽ ടു E/1+E എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ പോറോസിറ്റിനെയും വോയിഡ് റേഷ്യോനെയും കൂടെ വോയിഡ് റേഷ്യോനെയും പോറോസിറ്റിനെയും കൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചൊരു ഇക്വേഷൻ പോലാണ് E ഈക്വൽ ടു n/1/n. അതെങ്ങനെയാണ്? E എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ് ആണ്. വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വോളിയത്തിൽ നിന്ന് വോളിയം ഓഫ് വോയിഡ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് സോളിഡ്സ് കിട്ടും. ഇവിടെ എന്താണ്? ടോട്ടൽ വോളിയം വെച്ചിട്ട് ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? n ഡിവൈഡഡ് ബൈ 1 - n. അപ്പം പഠിച്ചു വെക്കേണ്ടത് എന്താണ്? പോറോസിറ്റി n ഈക്വൽ ടു E/1+E, വോയിഡ് റേഷ്യോ E ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 1 - n. നെക്സ്റ്റ് വൺ ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ്. വാട്ടർ എവിടെയാണ് ഉണ്ടാകുന്നത്? അത് വോയിഡ്സിലാണ് ഉണ്ടാകുന്നത്. സോ വാട്ടറിൻ്റെ വോള്യത്തിനെയും വോയിഡ്സിൻ്റെ വോള്യവും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ വാല്യൂ 0% ആവുന്ന എപ്പോഴായിരിക്കും? ഇവിടെ പറഞ്ഞു വോളിയം ഓഫ് വാട്ടർ 0 ആയിരിക്കും. അതായത് ന്യൂമറേറ്റർ 0 ആണെങ്കിലല്ലേ ഇവിടെ എസിൻ്റെ വാല്യൂ 0 വരത്തുള്ളൂ. ഈ ന്യൂമറേറ്റർ 0 ആവണമെങ്കിൽ എന്താക്കണം? ഏത് കണ്ടീഷനിലായിരിക്കും? ഒരു ഡ്രൈ സോയിൽ കണ്ടീഷനിൽ എന്തായിരിക്കും? വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ വോളിയം ഓഫ് എയർ മാത്രമേ ഉള്ളൂ. സോ ഇനി അതേപോലെ എസിൻ്റെ വാല്യൂ 100% എന്ന് പറയുന്നത് എന്താണ്? ഈ വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് വോയിഡ്സും സെയിം ആണ്. അതായത് രണ്ടിനും ഈക്വൽ വാല്യൂ ആവണമെങ്കിൽ എന്താണ്? ഈ വോയിഡ്സിൽ ഫുള്ള് വാട്ടർ കൊണ്ട് നിറഞ്ഞിരിക്കണം. അത് ഏത് കണ്ടീഷനിലാണ്? ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ കണ്ടീഷനിലാണ് അങ്ങനെ വരുന്നത്. സോ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ സോയിൽ ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞാൽ എസിൻ്റെ വാല്യൂ 0% ഇല്ലെങ്കിൽ 0 എന്ന് എടുക്കുക. ഇനി പ്രോബ്ലത്തിൽ വരുവാണ് ഇതൊരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്നാണെങ്കിൽ എസിൻ്റെ വാല്യൂ 100% ഓർ 1 എന്നുള്ള രീതിയിൽ എടുക്കുക. ഇനി പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ബിറ്റ്വീൻ 0 to 1 ആയിരിക്കും. അതായത് ഫുള്ളി ഡ്രൈയും അല്ല, അതേപോലെ തന്നെ ഫുള്ളി സാച്ചുറേറ്റഡും അല്ല. ആ ഒരു രീതി ഇടയ്ക്ക് നിൽക്കുന്നതാണ് നമ്മുടെ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ. ഇനി ഈ വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും ഒക്കെ എന്താണ്? സോയിലിൻ്റെ ഡെൻസ്നെസ് എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്റേഴ്സിനെ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ വോയിഡ് റേഷ്യോയും അതേപോലെ തന്നെ പോറോസിറ്റിയും. ഇനി അടുത്താണ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ്. പെർസെൻറ്റേജ് എയർ വോയിഡ്സിനെ NA എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ NA എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം ഓഫ് സോയിൽ. നേരത്തെ നമ്മൾ ഈ ടോട്ടൽ വോളിയത്തിനെ വെച്ചിട്ട് നമ്മൾ പഠിച്ച റേഷ്യോ എന്തായിരുന്നു? പോറോസിറ്റി N ആണ്. അതായത് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ആണ്. ഇവിടെ വരുമ്പോൾ എന്താണ്? വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം ആണ്. അതിനെയാണ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് 0% വരുന്ന ഏത് ടൈപ്പ് ഓഫ് സോയിലായിരിക്കും? ഇല്ല, ഏത് ടൈപ്പ് ഓഫ് സോയിൽ കണ്ടീഷനിലാണ്? അതൊരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലാണെങ്കിലാണ്. കാരണം എന്താണ്? ഇവിടെ വോളിയം ഓഫ് എയർ ആണുള്ളത്. വോളിയം ഓഫ് എയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഡ്രൈ സോയിൽഡ് കണ്ടീഷനാണ് അല്ലേ. അപ്പം
ഇവിടെ എന്താണ് വോളിയം ഓഫ് എയർ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിൽ എന്താണ് വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? എണ്ണയുടെ വാല്യൂ 0% എന്ന് കിട്ടും. ഇനി ഇതൊരു ഡ്രൈ സോയിൽ കണ്ടീഷൻ ആണെങ്കിൽ, ഡ്രൈ സോയിൽ ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ വോളിയം ഓഫ് എയർ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. ഡ്രൈ സോയിലാണ് വോളിയം ഓഫ് വാട്ടർ എന്താണ്? 0 ആണ്. അങ്ങനെ 0 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? പോറോസിറ്റി തന്നെയാണ്. ഞാനൊന്ന് എഴുതി കാണിക്കാം. ഇനി ഡ്രൈ സോയിൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ പറയുന്നത് NA ഈക്വൽ ടു N എന്നാണ്. അതെങ്ങനെ വരും? അതായത് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ ആണല്ലോ. ഡ്രൈ സോയിലിൽ എന്തായിരിക്കും? ഈ എയറിൻ്റെ വാല്യൂ, വാട്ടറിൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ? വോളിയം ഓഫ് എയർ ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് എന്നായിരിക്കും, ആണല്ലോ. അങ്ങനെയാണ് നമ്മളിതിനെ ഒന്ന് എടുത്തുവാണെങ്കിൽ ഈ NA എന്ന് പറയുന്നത് എന്താ? വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം ആണ്. ഈ വോളിയം ഓഫ് എയർ ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് എന്നൊരു കണ്ടീഷൻ എനിക്കിപ്പോൾ കിട്ടിയെങ്കിൽ ഞാനിവിടെ വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം എന്ന് പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇത് എന്താണ്? പോറോസിറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഡ്രൈ സോയിലിൻ്റെ കേസിൽ NA ഈക്വൽ ടു എന്താണ്? N തന്നെയാണ്. ഓക്കെ, ഇനി ഓക്കെ, ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ സോയിൽ. ഇനി അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്നയുടെ വാല്യൂ റേഞ്ച് വരുന്നത് എങ്ങനെയായിരിക്കും? എന്നയുടെ വാല്യൂ 0 തൊട്ട് N വരെയുള്ള ഏത് വാല്യൂ ആകാം. ആൻഡ് ഇൻക്ലൂഡിങ് 0 ആൻഡ് N, ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു N, ലെസ് ദാൻ ഓർ ഈക്വൽ ടു N എന്ന് പറയുന്ന പോറോസിറ്റി. ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി എയർ കണ്ടൻറ്റിനെ AC എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോയിഡ്സ്. ടോട്ടൽ വോയിഡ്സിനകത്തുള്ള എയറിൻ്റെ വോള്യത്തിനായിരുന്നു. നമ്മൾ നേരത്തെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ് ആയിരുന്നു. ഇവിടെ എന്താണ്? എയർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ വോയിഡ്സിലുള്ള എയറിൻ്റെ വോള്യത്തിനെയാണ് പറയുന്നത്. അപ്പോൾ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ്. ഈ എയർ കണ്ടൻറ്റിനെയും അതേപോലെ പെർസെൻറ്റേജ് എയർ വോയിഡ്സിനെയും പോറോസിറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ NA ഈക്വൽ ടു N ഇൻറ്റു AC എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എയർ കണ്ടൻറ്റിനെയും ഡിഗ്രി ഓഫ് സാച്ചുറേഷനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. എയർ കണ്ടൻറ്റ് പ്ലസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈക്വൽ ടു 1. ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നിങ്ങൾ പഠിച്ചു വെച്ചോളുക. അത് എങ്ങനെയാണ് ആ ഇക്വേഷനിലേക്ക് വന്നേ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എയർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താ? വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ആ വോളിയം ഓഫ് എയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം ഓഫ് വോയിഡിൽ നിന്ന് എന്ത് എഴുതാൽ മതി? വോളിയം ഓഫ് വാട്ടർ കുറച്ച് കഴിഞ്ഞാൽ വോളിയം ഓഫ് എയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കിന് എന്ത് കിട്ടും? 1 മൈനസ് VW/VV. അതെന്ന് പറയുന്നത് എന്താണ്? 1 - S എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇനി നെക്സ്റ്റ് വൺ ആണ് വാട്ടർ കണ്ടൻറ്റ്. വാട്ടർ കണ്ടൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് വരുന്ന ന്യൂമറിക്കൽസിൽ മൊത്തം വാട്ടർ കണ്ടൻറ്റുമായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും വരുന്നത്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ടു വെയിറ്റ് ഓഫ് സോളിഡ്, റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് വാട്ടർ ടു വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ആണ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഈ വാട്ടർ കണ്ടൻറ്റ് എന്തായിരിക്കും? ഓവൻ ഡ്രൈ സോയിലിന് 0% ആയിരിക്കും, അല്ലേ? ഇനി ഇതിനൊരു അപ്പർ ലിമിറ്റ് പറയാൻ പറ്റില്ല. കാരണം വോളിയം ഓഫ് വാട്ടറും വെയിറ്റ് ഓഫ് വാട്ടറും വെയിറ്റ് ഓഫ് സോളിഡ്സ് ഈക്വൽ ആയാൽ നമുക്ക് പറയാം ഓക്കെ ഇത് ഈക്വൽ ടു 1 ആയി എന്ന് പറയാം. പക്ഷേ എന്താണ്? ഈ പിന്നെയും നമുക്ക് വാട്ടർ പിന്നെയും കൂടുതൽ അതിലേക്ക് ആഡ് ചെയ്യരുതോ? അതായത് ഒരു സബ്മേർജ്ഡ് കണ്ടീഷൻ വരരുതോ? അപ്പോൾ അവിടെ എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ കൂടുതലാണ്, ന്യൂമറേറ്റർ കൂടുതലായിരിക്കാം, ചിലപ്പം ഡിനോമിനേറ്ററിനേലും കൂടുതലായിട്ട് അവിടെ വാട്ടറിൻ്റെ വെയിറ്റ് വരാം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതിൻ്റെ അപ്പർ ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് എന്തായാലും 0യോ ഇല്ലെങ്കിൽ 0നേലും കൂടിയ ഏതൊരു വാല്യൂ ആകാം വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഈ ഫൈൻ ഗ്രെയിൻഡ് സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കോഴ്സ് ഗ്രെയിൻഡ് സോയിലിനേലും കൂടുതലായിരിക്കും. ഇത് ഞാൻ ആ വോയിഡ് റേഷ്യോ പറഞ്ഞ പോലെ തന്നെയാണ്. വോയിഡ്സ് കൂടുതൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും വോയിഡ്സ് കൂടുതൽ കോഴ്സ് ഗ്രെയിൻഡിലാണെന്ന്. പക്ഷേ ഇതിലായിരുന്നു കൂടുതൽ ഫൈൻ ഗ്രെയിൻഡിലാണ്. അപ്പോൾ ആ വോയിഡ്സിൽ മൊത്തം വാട്ടർ എടുത്ത് വെക്കുമ്പോഴത്തേക്കിന് ആർക്ക് തന്നെയാണ് വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ? സോയിൽ ഏതാണ്?
ഫൈൻ സോയിലിന് തന്നെയാണ് വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ വരുന്നത്. ഇനി സ്പെസിഫിക് വോളിയം വി, സ്മോൾ ലെറ്റർ വി ആണ്. സ്മോൾ ലെറ്റർ വി സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ വോളിയം ഓഫ് സോയിൽ ടു വോളിയം ഓഫ് സോളിഡ്സ് ആണ്. നമ്മുടെ ടോട്ടൽ സോളിഡ്സിന് വോളിയം ഓഫ് സോയിലും വോളിയം ഓഫ് സോളിഡ്സും തമ്മിലുള്ള റേഷ്യോനെയാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നെ നമ്മൾ ഈ സ്മോൾ ലെറ്റർ, അതായത് സ്പെസിഫിക് വോളിയവും നമ്മുടെ വോയിഡ് റേഷ്യോയും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സ്മോൾ വി, അതായത് സ്പെസിഫിക് വോളിയം ഈക്വൽ ടു 1+E. അതെങ്ങനെ വന്ന് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക് വോളിയം വി ഈക്വൽ ടു ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് സോളിഡ്സ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ഇനി അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് എന്ത് വരും? 1+E എന്ന് വരും. അതായത് സ്പെസിഫിക് വോളിയം ഈക്വൽ ടു 1+E എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടെ പഠിച്ചു വെച്ചോളുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ അടുത്ത പഠിക്കാനുള്ളതാണ് കുറച്ച് യൂണിറ്റ് വെയിറ്റുകളാണ്. യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം ആണല്ലേ. അപ്പം അതായത് ഡെൻസിറ്റിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് മാസ് പറയുവാണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ടേംസ് ഓഫ് വെയിറ്റ് എന്നേ ഉള്ളൂ. അതായത് വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം എന്നുള്ളത് പറയുന്നതിനാണ് നമ്മൾ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അത് യൂണിറ്റ് വെയിറ്റിനെ നമ്മൾ ഗാമ എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പലതരം യൂണിറ്റ് വെയിറ്റുകളുണ്ട്. ആ യൂണിറ്റ് വെയിറ്റുകളൊക്കെ ഏതൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെയാണോ വരുന്നത് എന്നാണ് ഇതിനകത്ത് ഇപ്പോൾ പഠിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ഇല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റ് വെയിറ്റ്, ഇല്ലെങ്കിൽ വെറ്റ് യൂണിറ്റ് വെയിറ്റ് എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് എന്താണ്? നമ്മുടെ സോയിലിൻ്റെ 3 കോൺസ്റ്റിറ്റ്യുവൻസ് വരുന്നുണ്ട്. ആ സോളിഡ് പാർട്ടിക്കിൾ, വാട്ടർ, എയർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആയിട്ടുള്ള വെയിറ്റ് വരുന്നതിനെയാണ് നമ്മൾ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗാമ ബൾക്ക് ഓ സിംപ്ലി ഗാമ എന്ന് മാത്രമായിട്ടും റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെ തരുന്നത് എന്തായിരിക്കും? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ്? ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ മാസ്. ഇതെന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, ഇല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും അതിൻ്റെ യൂണിറ്റ്. ഇനി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനകത്ത് എന്തുണ്ടാകത്തില്ല? വാട്ടർ ഉണ്ടാകത്തില്ല, സോളിഡ്സേ ഉള്ളൂ, പിന്നെ എയർവേ ഉള്ളൂ. അപ്പം എയറിൻ്റെ വെയിറ്റ് 0 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം നോക്കുവാണെങ്കിൽ സോളിഡ്സ് മാത്രം അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, സോളിഡിൻ്റെ വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റിനെ ഗാമ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതെന്ന് പറയുന്നത് എന്തെന്ന്? ഡ്രൈ വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ മാസും. യൂണിറ്റ് ഇതിനും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും, എല്ലാത്തിൻ്റെ യൂണിറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഇല്ല കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇതൊരു ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സോയിലിൻ്റെ ഡെൻസ്നെസ്സിനെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം സോയിൽ കോമ്പാക്റ്റ് ആയില്ല, എത്രമാത്രം ഡെൻസ്ഡ് ആണ് എന്നുള്ളത്. അടുത്താണ് സാച്ചുറേറ്റഡ് വെയിറ്റ്. സാച്ചുറേറ്റഡ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എയർ ഇല്ല അല്ലേ, അവിടെ വാട്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സോയിലും വാട്ടറും തമ്മിലുള്ള ഇതിൻ്റെ രണ്ടിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം വെയിറ്റ് ഓഫ് സാച്ചുറേറ്റഡ് സോയിലിൻ്റെ വെയിറ്റ് കൺസിഡർ ചെയ്യുന്നു, ടോട്ടൽ വോളിയം ഓഫ് സോയിൽ എടുക്കുന്നു. അതിനെ നമ്മൾ ഗാമ സാറ്റ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യൂണിറ്റ് സെയിം തന്നെ. ഇനി യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്താണ്? വാട്ടർ മാത്രമാണ് എടുക്കുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വാട്ടർ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്, ഇല്ലെങ്കിൽ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ വേണ്ടി വരും. ഗാമ ഡബ്ല്യു എത്രയായിരിക്കും? ഈ വാല്യൂ പഠിച്ചു വെക്കുക. ഇനി അടുത്തതാണ് സബ്മേർജ്ഡ് ഓർ ബൊയാൻഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റിനകത്ത് എന്തായിരിക്കും വരുന്നത്? സബ്മേർജ്ഡ് സോയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? അടുത്ത സ്ലൈഡിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സബ്മേർജ്ഡ് സോയിലിൻ്റെ അകത്ത് നമുക്ക് സോയിൽ സോളിഡ്സ് ഉണ്ടാകും, അതിന് മുകളിൽ വാട്ടറും ഉണ്ട് അല്ലേ. സബ്മേർജ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. സോ സബ്മേർജ്ഡ് കണ്ടീഷനിൽ എന്താണ്? ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോഴത്തേക്കിന് അവിടെ എന്താണ്? ആ എത്രമാത്രം വാട്ടർ ഉണ്ടായിരുന്നോ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ബൊയാൻ ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ആകുന്നതുകൊണ്ട് തന്നെ ആ വാട്ടറിൻ്റെ വെയിറ്റിന് എന്താവും? നെഗ്ലിജിബിൾ ആയിപ്പോവും. പിന്നെ അവിടെ എന്താണ്? സോളിഡ്സിൻ്റെ വെയിറ്റ് മാത്രമേ കൺസിഡർ ആവുന്നുള്ളൂ. അപ്പോൾ ഗാമ സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് സബ്മേർജ്ഡ് സോയിൽ ടു ടോട്ടൽ വോളിയം ആണ്. അതേപോലെ തന്നെ ഇത് ഈ ഒരു അടുത്ത് പറയാൻ പോകുന്ന റിലേഷൻ ഓർത്ത് വെച്ച് കൊടുക്കുക. ഗാമ സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് സോയിൽ മൈനസ് എന്താണ്? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. ഗാമ സബ്മേർജ്ഡ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു. ഇനി അടുത്തതാണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ്. ആ സോയിൽ സോളിഡ്സിൻ്റെ മാത്രം യൂണിറ്റ് വെയിറ്റ് ആണെങ്കിൽ അവിടെ എന്താണ്? സോയിൽ സോളിഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതാണ് ഗാമ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് സോളിഡ്സ് പ്ലസ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ടു വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ വെയിറ്റ് ഓഫ് സോളിഡ്സും വോളിയം ഓഫ് സോളിഡ്സും കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ആ ഒരു എടുക്കുന്ന സോയിലിൻ്റെ
ഈ പറയുന്ന ഗാമ എസ്സും എന്തായിരിക്കും, ഇല്ല യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും, അതും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഇനി സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റിനെ പറ്റിയിട്ടൊന്ന് പറയുന്നുണ്ട്. When the soil exists below water, it is in submerged condition. A buoyant force acts on the soil solids. According to Archimedes' principle, the buoyant force is equal to the weight of water displaced by the solids. The net mass of solids thus get reduced. This reduced unit weight of soil under water is called submerged unit weight. അപ്പോൾ സബ്മർജ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, സോളിഡ്സ് ഉണ്ട്, അതിന് മുകളിലായിട്ട് വാട്ടറും ഉണ്ടാകും. അപ്പോൾ പ്രിൻസിപ്പിൾ അനുസരിച്ച്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ്, ഇത് ഡിസ്പ്ലേസ് ചെയ്ത ഈ സോളിഡ്സ് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന് ഈക്വൽ ആയിരിക്കും അവിടുത്തെ ബൊയാൻ ഫോഴ്സ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിൻ്റെ വെയിറ്റ് കുറയുവാണ്. അതായത് ഒരു സാച്ചുറേറ്റഡ് സോയിലിനെ വെച്ച് നോക്കുമ്പോൾ സബ്മർജ്ഡ് സോയിലിലോട്ട് വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആ യൂണിറ്റ് വെയിറ്റിനെയാണ് സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാര്യം വളരെ ഇതായിട്ട് പഠിച്ചു വെച്ചോളുക. അതായത് ഈ യൂണിറ്റ് വെയിറ്റിലെല്ലാം ഏറ്റവും വലുത് ആര്, അല്ലെങ്കിൽ ഏതായിരിക്കും വലുത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സോളിഡ്സിൻ്റെ വെയിറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ അതിലും പിന്നുള്ളതാണ് ഗാമ സാച്ചുറേറ്റഡ്, അതിൽ കുറവാണ് ഗാമ ബൾക്ക്, അതിലും കുറവാണ് ഗാമ ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, പിന്നുള്ളതാണ് സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. ഈ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചോളുക. സോളിഡ്സ് കൂടുതൽ വന്ന എന്തായിരിക്കും, നമ്മുടെ വെയിറ്റ് ഓഫ് സോളിഡ്സിൻ്റെ അകത്ത് എന്താണ്, അതിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലേ, ടു വോളിയം ഓഫ് സോയിൽ സോളിഡ്സ്. അതായത് ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ന്യൂമറേറ്ററിനേലും കൂടുന്തോറും വാല്യൂ ചെറുതായിക്കൊണ്ട് വരികയാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ലോജിക്ക് വെച്ച് നോക്കിയാൽ ഇതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവും. ഇനി അടുത്തതാണ് സ്പെസിഫിക് ഗ്രാവിറ്റിയും അപ്പാരൻ്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയും. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ജി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പാരൻ്റ് സ്പെസിഫിക് ഗ്രാവിറ്റിനെ ജി എം വെച്ചിട്ട്. അപ്പോൾ ആദ്യമേ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് പറയാം. സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്, വെയിറ്റ് ഓഫ് എ ഗിവൺ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് ടു വെയിറ്റ് ഓഫ് ആൻ ഇക്വലൻറ്റ് വോളിയം ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ വോളിയം ഓഫ് സോയിൽ സോളിഡ്സിൻ്റെ എന്താണോ അതിൻ്റെ ഡിവൈഡഡ് ബൈ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വാട്ടറിൻ്റെ വെയിറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു. ഓക്കെ. ഇനി ഈ സ്പെസിഫിക് ഗ്രാവിറ്റീനെ പറയുന്ന മറ്റു കുറച്ച് പേരുകളാണ് ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി, അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി, ഗ്രെയിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിൻ്റെ ഇൻഓർഗാനിക് സോയിലിൻ്റെ, അതായത് നമ്മുടെ ഈ ഗ്രാവൽ സാൻഡൊക്കെ പോലുള്ള എല്ലാ സോയിലില്ല, അല്ല ഇൻഓർഗാനിക് ആണല്ലോ, അങ്ങനെയുള്ള സോയിലിൻ്റെ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ എത്രയാണ്, 2.65 to 2.8 ആണ്. പൊതുവെ ക്വസ്റ്റ്യനിൽ തരും, അഥവാ തന്നില്ല നമ്മൾ നോർമൽ 2.65 ഒക്കെയാണ് ജിയുടെ വാല്യൂ ആയിട്ട് എടുക്കാറ്. ഇനി ഓർഗാനിക് സോയിലിൻ്റെ വാല്യൂ ആണെങ്കിൽ എത്രയാണ്, 1.2 to 1.4 ആണ്. ഈ ഓർഗാനിക് സോയിലിൻ്റെത് പ്രോബ്ലത്തിൽ എയുടെ ഒരു PYQ ചോദിച്ചിട്ടുണ്ട്. അതിൽ അതായത് ഈ ഓർഗാനിക് സോയിലിൻ്റെ വാല്യൂ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ എന്താണ്, ലെസ് ദാൻ 2 എന്നുള്ള രീതിയിലായിരുന്നു അതിനകത്ത് ആൻസർ വന്നിരുന്നത്. ഓക്കെ. ഇനി ഇവിടെ എന്താണ്, നമ്മുടെ ഈ സോയിലിൻ്റെ ഇവിടെ എന്താണ്, ഒരു സോയിലിന് എടുത്തു കഴിഞ്ഞാൽ ഈ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, അതങ്ങനെ മാറിക്കൊണ്ടിരിക്കത്തില്ല. ആൻഡ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ നമ്മൾ പൈക്കണോമീറ്റർ മെത്തേഡ് വെച്ചിട്ടാണ്, പൈക്കണോമീറ്റർ എന്ന് പറയുന്ന അപ്പാരറ്റസ് ഉപയോഗിച്ച് പൈക്കണോമീറ്റർ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസിൽ. ഇനി അപ്പാരൻ്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയിലെ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി GM എന്ന് പറയുന്നതിന് എന്താണെന്ന് പഠിക്കാം. GM എന്ന് പറഞ്ഞാൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇവിടെ ബൾക്ക് എന്ന് എഴുതിയാലും ഇതിനകത്ത് ഇനിയും പറയുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗാമ ബൾക്കിനെ ഞാൻ പറഞ്ഞു ഗാമ ബൾക്ക് എന്നോ ഇല്ലെങ്കിൽ സിംപ്ലി ഗാമ എന്നോ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് സ്റ്റേറ്റായി എന്ത് വരും, ഈ ഗാമ എന്ന് പറയുന്നത് ഗാമ സാച്ചുറേറ്റഡ് ആവും. ഡ്രൈ സോയിൽ വന്നു കഴിഞ്ഞാൽ എന്താവും, ഗാമ എന്ന് പറയുന്നത് ഗാമ D എന്നാവും. അതായത് ഈ GM എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാലും ഈ ന്യൂമറേറ്റർ വാല്യൂ ഈ സോയിലിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഗാമ സാറ്റ് വരും, ഡ്രൈ സോയിലാണെങ്കിൽ ഗാമ D എന്ന് പറയുന്ന വാല്യൂ എന്ന് നമ്മൾ ഈ ന്യൂമറേറ്റർ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ GMൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുക ഇല്ല. അപ്പം GM എന്ന് പറയുന്നത് എന്താണ്, ജീനെ വെച്ച് നോക്കുമ്പോൾ അത് കോൺസ്റ്റൻ്റ് അല്ല. ഇനി ഈ GMനെയും ജീനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് GM = G/1 + E എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ ആയിരിക്കും നമ്മുടെ അപ്പാരൻ്റ് സ്പെസിഫിക് ഗ്രാവിറ്റിനേലും വലിയൊരു വാല്യൂ. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്ററിൽ കുറേയേറെ ഇക്വേഷൻസ് ഉണ്ടെന്ന്. ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്.
ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് SE=WG. ഇതിനകത്തുള്ള ഓരോന്നും എന്താണ് എന്നുള്ളത് ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഇ എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ്, ജി എന്ന് പറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഇത് നമ്മൾ സേവാങ്ക് എന്ന് ഓർത്ത് വെച്ചു. അപ്പം SE വന്നു, സേവാങ്കിൻ്റെ W A Nഉം സൈലൻ്റ് ആണ്. SEW ഉണ്ട്, AN സൈലൻ്റ് ആണ്, പിന്നെ G. അപ്പോൾ സേവാങ്ക് എന്നുള്ള രീതിയിൽ ഓർക്കുവാണെങ്കിൽ ഇതൊരെണ്ണം ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ അടുത്തതാണ് ഗാമ ഡിയും ഗാമയും. അതായത് ഈ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൾക്ക് യൂണിറ്റ് വെയ്റ്റിനെയാണ്. ഗാമ ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈ സോയിൽ. അപ്പോൾ ഡ്രൈ സോയിലിനെയും ബൾക്ക് യൂണിറ്റ് വെയ്റ്റിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഗാമ ഡി =γ/1+W. ഇതിൽ W എന്താണ്? വാട്ടർ കണ്ടൻ്റ് ആണ്. മിക്ക പ്രോബ്ലത്തിലും ആവശ്യം വരുന്ന ഒരു ഇക്വേഷനാണ് ഇപ്പം ഈ പറഞ്ഞത്. ഗാമ ഡി =γ/1+W. W എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻ്റ് ആണ്. ഇനി ഗാമ ബൾക്കിൻ്റെ അടുത്തുള്ളൊരു ഇക്വേഷനാണ്. ഗാമ ബൾക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഗാമ ബൾക്ക് G+ES/1+E ഇൻറ്റു ഗാമ ഡബ്ല്യു. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി, ഇ എന്ന് പറയുന്ന വോയിഡ് റേഷ്യോ, എസ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഈ ഇനെയും എസിനെയും ജിനെയും ഗാമ ബൾക്കിനെയും വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റിനെ എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? G+ES/1+E ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇനി ഞാൻ ഒരു 2-3 കണ്ടീഷൻ പറയണേ. ഈ സോയിൽ ഈസ് സാച്ചുറേറ്റഡ്, സോയിൽ ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിൽ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആണ്. അങ്ങനെ എസിൻ്റെ വാല്യൂ 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗാമ ബൾക്ക് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി ഗാമ എന്നും പറഞ്ഞു. അപ്പോൾ ഗാമ ബൾക്ക് ഇതൊരു സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണ് എന്ത് വരും? ഈ ഗാമ എന്നുള്ളത് ഗാമ സാച്ചുറേറ്റഡ് ആയി, എസിൻ്റെ വാല്യൂ എന്തായി? 1 ആയി. അങ്ങനെയാണെങ്കിൽ ഗാമ സാറ്റ് എന്ന് പറയുന്നത് എന്താണ്? G+E/1+E ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇനി ഇതൊരു ഡ്രൈ സോയിലിലോട്ടാണെങ്കിൽ എന്താവുന്നു? ഈ ഗാമ ബൾക്ക് ഇല്ല, ഈ ഗാമ എന്നുള്ളത് എന്താവുന്നു? ഗാമ ഡ്രൈ അതായത് ഗാമ ഡി എന്ന വാല്യൂയിലേക്ക് വന്നു. എസിൻ്റെ വാല്യൂ ഡ്രൈ സോയിലിൽ എന്തായിരിക്കും? എസിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ വരും? ഇക്വേഷൻ എന്ത് വരും? ഗാമ ഡി G ഇൻറ്റു ഗാമ ഡബ്ല്യു /1+E. ഇനി ഇതൊരു സബ്മർജ്ഡ് സോയിലാണെങ്കിൽ എന്ത് വരും? ഗാമ എന്നുള്ളത് ഗാമ സബ്മർജ്ഡ് ആവും. നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗാമ സബ്മർജ്ഡ് ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു. അപ്പം ഈ ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു എന്നുള്ളൊരു ഇക്വേഷൻ വെച്ച് നമ്മൾ അതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്തെടുത്ത് അവസാനം റീഅറേഞ്ച് ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷനാണ് നമുക്കിത് ഗാമ സബ്മർജ്ഡ് G-1 ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഗാമ സബ്മർജ്ഡ് ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു റിലേഷനാണ് എന്താണ്? WS ക്യാപിറ്റൽ W /1+W. അതിൽ WS എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ്. ക്യാപിറ്റൽ W എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വെയിറ്റും. സ്മോൾ w എന്താണ്? വാട്ടർ കണ്ടൻറ്റും. അപ്പോൾ വാട്ടർ കണ്ടൻറ്റും ഈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ഒക്കെ തമ്മിലുള്ള ആ റിലേഷൻ വരുന്നത് എന്താണ്? ആ ഇക്വേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ വോളിയം ഓഫ് സോളിഡ്സും ടോട്ടൽ വോളിയവും വോയിഡ് റേഷ്യോയും തമ്മിലുള്ള റിലേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. VS V/1+E. ഇതൊക്കെ എന്താണ്? എക്സാമിന് നേരിട്ട് ചോദിക്കുമല്ലായിരിക്കും. ഏതെങ്കിലുമൊക്കെ പ്രോബ്ലത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം വരും. അങ്ങനെ ആയിരിക്കും. ഇനി ബോറോപിറ്റ് അതേപോലെ എംബാക്ക്മെൻറ്റിലുള്ള ഒരു സോയിലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പം എടുക്കുവാണ് സോയിലിൻ്റെ ഒരു നാച്ചുറൽ സ്റ്റേറ്റിലുള്ള ഒരു സോയിൽ, നോർമൽ ഒരു സോയിലാണെങ്കിൽ അതിൻ്റെ വോയിഡ് റേഷ്യോനെ E1 എന്നും അതിൻ്റെ വെയിറ്റിനെ W1 എന്നും വോള്യത്തിനെ V1 എന്നും അതിൻ്റെ ഡ്രൈ യൂണിറ്റ് വെയിറ്റിനെ ഗാമ D1 എന്ന് ഞാൻ എടുക്കുന്നു. ഇനി അതൊരു കോമ്പാക്റ്റഡ് സ്റ്റേറ്റിലാണ് എങ്കിൽ അതിൻ്റെ വോയിഡ് റേഷ്യോ E2, അതേപോലെ തന്നെ വെയിറ്റ് W2, വോളിയം V2, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗാമ D2 എന്നെടുക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള കുറച്ച് റിലേഷൻസാണ് നമ്മളിനിയും പഠിക്കാൻ പോകുന്നത്. അതായത് V1/V2, അതായത് എന്താണ്? നാച്ചുറൽ സ്റ്റേറ്റിലുള്ള സോയിൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോമ്പാക്റ്റഡ് സ്റ്റേറ്റിലുള്ള സോയിൽ എന്ന് പറയുന്നത് എന്താണ്? 1+E1/1+E2 എന്നുള്ള ഒരു രീതിയിലാണ് റിലേഷൻ വരുന്നത്. ഇനി അവിടേക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റും കൂടെ വരുവാണെങ്കിലോ ഗാമ D1/ഗാമ D2 എന്താണ്? V2/V1 which is equal to 1+E2/1+E1. അതായത് എന്താണ് ഇതിനർത്ഥം? വോള്യവും ഈ ഡ്രൈ യൂണിറ്റ് വെയിറ്റും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഡ്രൈ യൂണിറ്റ് വോള്യം
നല്ല രീതിയിൽ കോമ്പാക്റ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ എന്താണ് അതിനെ നല്ല രീതിയിൽ ഇടിച്ച് പരത്തി വെച്ചേക്കും അല്ലേ. അപ്പോൾ അവിടെ എന്താണ് വോളിയം കുറഞ്ഞു. വോളിയം കുറയുമ്പോൾ എന്താണ് അവിടുത്തെ ഡ്രൈ വെയിറ്റ് എന്താണ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിൽ ഇതും ഇങ്ങനെ പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ. അതൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. പിന്നെ ഇനി ഇതാണ് എമൗണ്ട് ഓഫ് വാട്ടർ ആഡഡ് ഡ്യൂറിങ് കോമ്പാക്ഷൻ ഫോർ ലൂബ്രിക്കേഷൻ പർപ്പസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ആ ലൂബ്രിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ ആ വെയിറ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നാണ് പറയുന്നത്. W ഡാഷ് ഈക്വൽ ടു W2 മൈനസ് W1 ഗാമ ഡി ഇൻറ്റു വി. അതിൽ W ഡാഷ് എന്ന് പറയുന്നത് എന്താണ് വെയിറ്റ് ഓഫ് എക്സസ് വാട്ടർ ആഡഡ് എന്ന് പറയുന്നതാണ് W ഡാഷ്. W2 W1 എന്നാണ്. അപ്പോൾ ഇനിഷ്യൽ വെയിറ്റ് ഓഫ് വാട്ടറിനെ W1 എന്നും ഫൈനൽ വെയിറ്റ് ഓഫ് വാട്ടറിനെയാണ് W2 എന്നും എടുക്കുന്നത്. ഗാമ ഡി എന്ന് പറയുന്നത് എന്താണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റും വി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയവുമാണ്. അതേപോലെ തന്നെ മോഡിഫൈഡ് വാട്ടർ കണ്ടൻറ്റ് ചില പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു ടേം ചോദിച്ച് കണ്ടിട്ടുണ്ട്. മോഡിഫൈഡ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഉണ്ടായിരുന്ന വാട്ടർ കണ്ടൻറ്റ് ഡിവൈഡഡ് ബൈ 1+W. ഇതൊക്കെ ചില പ്രോബ്ലത്തിൽ ഇങ്ങനെ എയുടെ തന്നെയല്ല നമ്മുടെ അതർ സ്റ്റേറ്റ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തതാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ. അപ്പം ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഇത് ഫുള്ള് തീർന്നു. നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്ററിൽ വരുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ബാക്കി ക്ലാസ്സുകളും കൂടെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസും അതേപോലെ തന്നെ RCC ഒക്കെ ഇതിൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ അതിന് ഉത്തരം തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ഉപയോഗപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്